Question number 70 വരാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ 69 മുതൽ 76 വരെയുള്ള 8 questions compare ചെയ്ത് പഠിക്കുക. Cone which is resting on one of its base point on HP such that the generator, this is the generator containing the resting point is inclined 40 degree to HP. എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഈ ബേസ് പൊസിഷനിൽ നിന്ന് ഈ എഡ്ജ് 40 ഡിഗ്രി എഡ്ജ് അല്ലാതെ ആക്ച്വലി ജനറേറ്റർ ആണ്, അത് 40 ഡിഗ്രി ആകുന്നത് ടിൽറ്റ് ചെയ്യുക. ഇങ്ങനെ ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത കണ്ടീഷൻ പറയുന്നത് there is a diameter which is now parallel to HP. നോക്കിയേ there is a diameter, കണ്ടോ ഈ ഡയമീറ്റർ വരച്ചിട്ട് ഡയമീറ്റർ ഉണ്ടോ, ഡയമീറ്റർ now it is parallel to HP. കണ്ടോ now it is parallel to HP. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും now it is parallel to HP is അത് ആ ഡയമണ്ടിന്റെ പ്രത്യേകത എന്താ, now it is parallel to HP and also that is perpendicular to VP ആണ്, VPക്ക് perpendicular ആണ്, that is inclined 45 degree to VP and the apex towards VP. കണ്ടോ, അപ്പൊ ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ടോപ്പ് വ്യൂവിൽ നമുക്ക് ട്രൂ ലെങ്ത് ആയിരുന്നു ആ ഡയമീറ്റർ, അതുകൊണ്ട് ഇത് 45 ഡിഗ്രി ടിൽറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവിടെ ലോക്കസ് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. then apex towards VP എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഫൈനൽ വ്യൂവിൽ എന്ത് കാണാം, ബേസ് നമുക്ക് വിസിബിൾ ആയിരിക്കും, നമുക്ക് തിക്ക് ലൈനിൽ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഓറിയന്റേഷൻ. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ സർക്കിളിനെ വരച്ചു, 40 ഡയൽ വരച്ചു, 69 പോലെ തന്നെ അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ വരച്ചു. എന്നിട്ട് ഞാൻ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതൊക്കെ ഞാൻ 69 എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 8 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 45 ഡിഗ്രിയിൽ വരച്ചു. ദെൻ അതിന്റെ ഫ്രണ്ട് വ്യൂ ആണിത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ക്വസ്റ്റ്യനിൽ പറയുന്നത് O5 ഷുഡ് ബി, ഇതെല്ലാം ഡാഷ് ആണ്, O5 ഷുഡ് ബി inclined 40 degree to HP. അപ്പൊ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ O5നെ 40 ഡിഗ്രിയിൽ അങ്ങ് വരച്ചാൽ മതി. O5നെ 40 ഡിഗ്രിയിൽ വരയ്ക്കുക. സോ ദിസ് ഈസ് O dash 5 dash, അതിനെ 40 ഡിഗ്രിയിൽ വരയ്ക്കുക. ഓക്കെ, ദെൻ 1 ലൊക്കേറ്റ് എങ്ങനെയാണ്, 5 ഡിസ്റ്റൻസും O1 ഡിസ്റ്റൻസും എടുത്ത് ആർക്ക് വരച്ചു കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും, 5 ഡിസ്റ്റൻസും O1 ഡിസ്റ്റൻസും എടുത്ത് ആർക്ക് വരയ്ക്കുക, നമുക്ക് എന്ത് കിട്ടി, O1 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് അവിടെ കിട്ടി, 1 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി. മുകളിൽ നോക്കുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, O15 എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പിൽ എന്താണ്, വിസിബിൾ അല്ല. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ 2 6 4 6 എന്ന് പറയുന്ന പോയിന്റ് കൂടെ വേണം. 1 2 3 4 5 6 7 8. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ലൈൻസും കൂടി വരയ്ക്കാം. തിൻ ലൈൻസ് ആണ് വരയ്ക്കേണ്ടത്, ഞാൻ ബ്ലൂ ഇങ്കിൽ വരയ്ക്കുന്ന തിൻ ലൈൻസ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ നിന്നുള്ള വെർട്ടിക്കൽ ലൈൻസ് താഴോട്ട് വരയ്ക്കുക. 1 1 ഞാൻ 5 കൂടി ലൈൻ വരയ്ക്കുകയാണെ. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്തൊക്കെ കിട്ടി, നമുക്ക് 1ഉം 5ഉം കിട്ടി. സോ ദിസ് ഈസ് 1 ആൻഡ് ദിസ് ഈസ് 5. ഞാൻ ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞു. ദെൻ 4 6 ലൈനും വരയ്ക്കുക, 2ഉം 8 ലൈനും വരയ്ക്കുക. അപ്പൊ വരച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇതിന്ന് ലൈൻ വരയ്ക്കാം, 4ൽ കൂടിയുള്ള ലൈൻ വരയ്ക്കാം. സോ ദിസ് വിൽ ബി 2, ഇത് 2 ആണ്, താഴത്തെ കളയാം 2. ഇതെന്താണ് 4 5 6, ഇതെന്താണ് 6 8. ദെൻ ഇനി നമുക്ക് 3 7ലുള്ള ലൈൻസ് വരയ്ക്കാം. 7 എന്നുള്ള ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ദിസ് വിൽ ബി 7. 3 ലൈൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ആൻഡ് ദിസ് വിൽ ബി 3. 1 5 ലൈനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിന്ന് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആരെ കിട്ടി, O. അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇവിടെയൊക്കെ തിൻ ലൈൻസ്, ഇത് എന്താണ്, ഇത് ഹിഡൻ ലൈൻ ആണ്, ഇത് സ്മൂത്ത് ആയിട്ട് വരയ്ക്കുക. 2 ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് എന്താണ്, ഹിഡൻ ലൈൻ. ഓക്കെ, ഇത് വരയ്ക്കുമ്പോൾ നമ്മൾ കണ്ണിന്റെ ആകൃതിയിലൊന്നും ആകരുത്, വളരെ ഒരിടത്തും കൊണ്ട് എന്താണ് പോയിന്റ് നിർത്തരുത്, വളരെ സ്മൂത്ത് ആയിട്ട് ലൈൻ വരയ്ക്കുക. ഇതിന്റെ ഔട്ടറിൽ കൂടി ഏറ്റവും ഇത് ഗ്രേസ് ചെയ്ത് പോകുന്ന വിധത്തിൽ നിങ്ങൾ ഔട്ടറിൽ കൂടി ലൈൻ വരയ്ക്കുക. വരയ്ക്കുന്ന വിധത്തിലാണ് മാർക്കുള്ളത്. ഇതിന്റെ കൂടെ ഓട്ടോകാഡ് ഡ്രോയിങ് വരയ്ക്കുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് കിട്ടണം. സോ ദിസ് ഈസ് ദ 4th ഫിഗർ. ഏതാണ് 3 7 എന്ന് പറയുന്ന
37 എന്ന് പറയുന്നത് ഈ 37 എന്ന് പറയുന്ന ഡയമീറ്റർ ആണ് നമ്മളുടെ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെ. അത് പാരലൽ ടു HP ആണ് 37. ഈ 37 അത് ട്രൂ ലെങ്ത് ആണ് 37. ഇപ്പോ എന്താണ് പെർപെൻഡിക്കുലർ ടു എന്താണ് XY ലൈൻ ആണ്, അത് ട്രൂ ലെങ്തും ആണ്. നമുക്ക് അതിനെ 45 ഡിഗ്രി ടിൽറ്റ് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. മാത്രമല്ല അപ്പെക്സ് ടുവേർഡ്സ് VP ആണ്. അപ്പൊ ഇത് അങ്ങോട്ട് തിരിയണം. അതുകൊണ്ട് കൺവീനിയന്റ് ആയിട്ട് നമ്മളൊരു 45 ഡിഗ്രി ലൈൻ ഇങ്ങനെ വരയ്ക്കണം. 45 ഡിഗ്രി ലൈൻ ഇങ്ങനെ വരയ്ക്കുക. അതിൽ ഒരു പോയിന്റ് സെന്റർ 7 എന്നാണ് പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. ഈ 7 എന്നാണ് പോയിന്റ് മാർക്ക് ചെയ്തു. 37 ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഡയമീറ്റർ ഇപ്പോ 45 ഡിഗ്രിയിൽ ടിൽറ്റ് ആയി. കണ്ടോ, ഡയമീറ്റർ 45 ഡിഗ്രിയിൽ ടിൽറ്റ് ആയി. ദെൻ നമുക്ക് ഇവിടെ ഇതിന്റെ സെന്ററിൽ കൂടി ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. അതിൽ നിന്ന് നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത്? 3യും 7യും കിട്ടി. അപ്പൊ ഇനി ചെയ്യേണ്ടത് ഈ ഇപ്പൊ വരച്ചിരിക്കുന്ന ഈ ലൈനിൽ 1 ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. അതായത് ഏത് ഡിസ്റ്റൻസ് ആണ് ഇപ്പൊ വരച്ചിരിക്കുന്നത്? ഇവിടെ നിന്നും ആ ഡയഗണലിൽ നിന്നും ഡയമീറ്ററിൽ നിന്നും 1 വരെയുള്ള ഡിസ്റ്റൻസും 5 വരെയുള്ള ഡിസ്റ്റൻസും മാർക്ക് ചെയ്താൽ നമുക്ക് 1ഉം 5ഉം കിട്ടി. ദെൻ ഇവിടെ നിന്നും O ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? സെന്ററിൽ നിന്നാണ്. O ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നും കിട്ടി, Oയും കിട്ടി. ദെൻ ബാക്കിയുള്ള പോയിന്റ്സുകൾ മാർക്ക് ചെയ്യാൻ നമുക്കറിയാം. ഏതാണ്? 2, 4, 6, 8 മാർക്ക് ചെയ്യാൻ വേണ്ടി ഈ സെന്ററിൽ നിന്ന് ഇവിടം വരെയുള്ള ഇത്രയും ഡിസ്റ്റൻസ്, ഈ സ്മോൾ ഡിസ്റ്റൻസ് എടുത്ത് എവിടെ മാർക്ക് ചെയ്യുക? ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ കൂടി ഒരു പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. അതിൽ നമുക്ക് 4ലേക്കുള്ള ഡിസ്റ്റൻസ്, അത് തന്നെയാണ് ബാക്കിയുള്ള എല്ലാത്തിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 പോയിന്റ്സും കിട്ടി. ഓക്കെ, ദെൻ ഇതിൽ കൂടി എല്ലാം ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുക. ബേസിന്റെ പകുതി നമുക്ക് കാണുന്ന വിധത്തിൽ വേണം വരയ്ക്കാൻ. ഓക്കെ, ദെൻ ഇതിന്റെ ഔട്ടറിൽ കൂടി ഓയിലേക്ക് ലൈൻ വരയ്ക്കുക. സോ ഇപ്പൊ എന്തായിട്ട് മാറി? നമ്മുടെ ഈ ഫിഗർ 45 ഡിഗ്രിയിലോട്ട് ടിൽറ്റ് ആയി, ഡയമീറ്റർ 45 ഡിഗ്രിയിലോട്ട് ടിൽറ്റ് ആയി. എന്നിട്ട് നമുക്ക് ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ നമുക്ക് എന്തറിയാം? അത് ബേസ് അങ്ങോട്ടാണ് അല്ലെ, VP-ലോട്ട് തിരിയാണ്. അപ്പൊ ബേസ് നമുക്ക് ഫ്രണ്ട് വ്യൂല് കാണാൻ പറ്റും. അപ്പൊ ഇത് പേരൊക്കെ കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8. അപ്പം 1ഉം 1ഉം തമ്മിൽ ക്ലബ് ചെയ്യുക. 1ൽ നിന്നും ലൈൻ വരയ്ക്കുക. 1 കിട്ടി. അടുത്ത 2ൽ നിന്നും ലൈൻ വരയ്ക്കുക. അപ്പൊ 2 കിട്ടും, 2 കിട്ടി. അടുത്ത 3ൽ നിന്നും ലൈൻ വരയ്ക്കുക. 2ന്റെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8ന്റെ ലൈൻ 8 കിട്ടി. 2ന്റെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് അതിന്റെ തന്നെയാണ് 8. ആ ലൈനിൽ തന്നെ കിട്ടും 8. ദെൻ 3യും 7ഉം ലൈൻ വരയ്ക്കുക. അതിൽ 3 ഉണ്ട്, 7 ഉണ്ട്. 3ന്റെ സ്ഥലത്ത് 7, 3 ഇവിടെ ഉണ്ട്, 3. അടുത്ത 4നും 6നും ലൈൻ വരയ്ക്കുക. Then 4ന്റെ 6ന്റെ ലൈൻ ഇവിടെ ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. So this is 6 and this is 4. ഈ ടച്ച് ചെയ്യുന്ന ഈ 5 എന്നുള്ളത് ഇവിടെ വരയ്ക്കും. എത്രയാണ്? 5 എന്നുള്ള ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. 5 XY ലൈനിലായിരിക്കും. ഓക്കെ, ദെൻ ഇതിൽ കൂടി എല്ലാവരും ഓയും കൂടി വരയ്ക്കാം. ഓയിൽ കൂടി ലൈൻ വരയ്ക്കുക. ഓയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും O. ദെൻ നമുക്ക് ബേസ് എന്തായാലും കാണാം. അപ്പൊ കാണുന്ന ഒരു എലിപ്സ് പോലത്തെ കർവ് വരയ്ക്കുക. ഓക്കെ, ദെൻ ഇതിന്റെ ഔട്ടറിലേക്ക് ലൈൻ ജോയിൻ ചെയ്യുക. ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 70.